നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ അഴിമതി കഥകൾ, അതിന്റെ പിന്നാമ്പുറ കഥകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാണ് ഈ കഥകൾ പുറത്തു വരിക എന്ന് മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ചോദ്യമുണ്ടായിരുന്നുള്ളൂ. കാരണം നേരത്തെ മുതൽ തന്നെ, അതായത് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ സ്വത്ത് കൊള്ളയടിച്ചുകൊണ്ട്, അഴിമതി കാണിച്ചുകൊണ്ട്, എന്നാൽ താൻ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള PR വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന കാര്യവുമാണ്. ആദ്യത്തെ പിണറായി വിജയന്റെ ഭരണകാലത്ത് നമ്മൾ കണ്ടതാണ്. അന്നുണ്ടായ വലിയ പ്രതിസന്ധികൾ കോവിഡ് കാലഘട്ടമായിരുന്നു. കോവിഡിന് മുമ്പുണ്ടായ വെള്ളപ്പൊക്കം, ഇതൊക്കെ അന്ന് അതിനെ വരെ വിറ്റ് കാശാക്കിയവരാണ് കേരളത്തിലെ CPM ഭരിക്കുന്ന സർക്കാരും. ഇത് നമുക്ക് അറിയാത്തതല്ല. പക്ഷെ എന്നാൽ ഫലപ്രദമായ ഒരു പ്രതിപക്ഷം ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് കൊണ്ടും BJP കേരളത്തിൽ അത്രത്തോളം വളരാത്തത് കൊണ്ടും വലിയ പ്രതിസന്ധി ഇല്ലാതെ CPMന് രണ്ടാമതൊരു ഭരണം കൂടി ലഭ്യമായി. പിണറായി വിജയൻ വലിയ കപ്പലുണ്ട്, കപ്പിത്താനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയ നിഴലിലാവുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡിപ്ലോമാറ്റിക് ബാഗിലൂടെ സ്വർണം കടത്തിയെന്ന ആരോപണം ഉയരുകയും മകളുടെ അഴിമതി മറ്റൊരു വിധത്തിൽ, മകനെ കുറിച്ചുള്ള വാർത്തകൾ മറ്റൊരു വിധത്തിൽ, പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ അഴിമതി ആരോപണം നേരിടാത്ത ഏക വ്യക്തി പിണറായി വിജയന്റെ ഭാര്യ കമലാ വിജയൻ മാത്രമാണ്. അഴിമതി ആരോപണം നേരിട്ടില്ലെങ്കിലും കമലാ വിജയനും യാത്രകളുടെയും ഒക്കെ പേരിൽ പല തരത്തിലും വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായി CPM ഇനി ഒരിക്കലും ഭരണത്തിൽ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഏതാണ്ട് ഒരു 50 തലമുറ കഴിയാനുള്ള സ്വത്തുക്കൾ ഓരോ നേതാക്കന്മാരും ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. അതാണല്ലോ നമ്മൾ കാണുന്നത്. ഏത് പരിപാടി നടത്തിയാലും അഴിമതി 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 ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പരിപാടിയാണ് അഴിമതിയില്ലാതെ കേരളത്തിലെ സർക്കാരിന് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്? നേരെ മറിച്ച് കേന്ദ്രത്തെ 24 മണിക്കൂറും കുറ്റം പറയുന്ന, കേന്ദ്രത്തിനെ നിശിതമായി വിമർശിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കോ കോൺഗ്രസിനോ ഒരു അഴിമതി ആരോപണം പോലും BJP സർക്കാരിനെതിരെ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും സർക്കാർ നടത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് ഏതെങ്കിലും സംസ്ഥാനത്ത് പോലും നടത്തിയിട്ടുള്ള ഒരു അഴിമതിയെക്കുറിച്ച് മിണ്ടാൻ പോലും കേരളത്തിലെ CPMകാർക്കില്ല. പക്ഷെ അപ്പോഴും BJPയെ ഇങ്ങനെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അത് നമുക്കറിയാം, ആദ്യത്തെ തിരഞ്ഞെടുപ്പ് തന്നെ സ്വർണ്ണ കടത്തും അതുപോലെ തന്നെ സ്വപ്നയും ഒക്കെ വാർത്തകളിൽ നിറഞ്ഞതാണ്. അതുപോലെ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് സഖാക്കന്മാർ അടിച്ചു മാറ്റിയ കോടികളുടെ കണക്കുകൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം, ഇതെല്ലാം നമുക്കറിയുന്നതാണ്. രണ്ടാം തവണ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഫലപ്രദമായി ഒരു പ്രതിപക്ഷമാകാൻ കോൺഗ്രസിന് കഴിയാതിരുന്നതും BJP അത്രത്തോളം വളരാതിരുന്നതും കൊണ്ട് വീണ്ടും ഒരു ഭരണം CPMലേക്ക് തന്നെ എത്തിച്ചേർന്നു. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാർ നടത്തിയതിലേറെ അഴിമതികൾ നടത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു സംഗമം, ആ സംഗമത്തിൽ പല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് താമസിച്ചത് മൂന്നാറിലെ ഗസ്റ്റ് ഹൗസിലാണ്. മൂന്നാർ വഴി തിരുവനന്തപുരത്തുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മൂന്നാർ വഴി പത്തനംതിട്ടയിലേക്ക് വന്നു. അതിന്റെ സാങ്കേതികത്വം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇല്ലാത്ത നന്ദഗോവിന്ദ ഭജൻസ് അവിടെ വിളിച്ചിട്ടുമില്ല, അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുമില്ല. ഇഷാൻ ദേവ് നടത്തിയ സംഗീത നിശയെ നന്ദഗോവിന്ദൻ ഭജൻസായി കണ്ടുകൊണ്ട് 8 ലക്ഷം രൂപ എഴുതി വാങ്ങിച്ചു. നന്ദഗോവിന്ദ ഭജൻസിനെതിരെ രംഗത്ത് വന്നവരാണ് CPM എന്ന് ഓർക്കണേ. എന്നിട്ടാണ് ഈ നന്ദഗോവിന്ദ ഭജൻസിനെ അവിടെ പരിപാടിക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 8 ലക്ഷം എഴുതി വാങ്ങിച്ച കാര്യം. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPM എന്നാൽ അഴിമതിയാണ്. കേരളത്തിലെ അഴിമതി അവസാനിപ്പിക്കേണ്ട സമയം, ഇത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് വന്നാലും അഴിമതി തന്നെയാവും. പക്ഷെ ഇത്രത്തോളം വലിയ അഴിമതി നടക്കാൻ സാധ്യതയില്ല. കാരണം CPM ഇങ്ങനെ നിൽക്കും പുറകെ. അതുകൊണ്ട് അത്രത്തോളം വലിയ അഴിമതിയിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ഫലപ്രദമായ പ്രതിരോധം ഉയർത്താൻ ആരുമില്ല എന്നുള്ള ചിന്ത കൊണ്ട് തന്നെ CPM അത്തരത്തിലുള്ള നീക്കം നടത്തും. ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ മേയറുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തൊരു സമരം നടക്കുന്നുണ്ട്, ഒരു യോഗമൊക്കെ നടക്കുന്നുണ്ട്. ഗായത്രി ബാബു സംസാരിക്കുന്നു. ശാന്തി കവാടത്തിലെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ്. ശാന്തി കവാടത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാതായിട്ട് കുറെ കാലങ്ങളായി. അവിടെ ഇപ്പോൾ ഏതൊക്കെയോ ക്രിമേഷൻ ചെയ്യുന്ന മെഷീൻസ് ഒക്കെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറയുന്നു. ഏതായാലും 50 ദിവസമേ ആയിട്ടുള്ളൂ ഇവിടെ BJPയുടെ ഒരു കോർപ്പറേഷൻ നിലവിൽ വന്നിട്ട്. അപ്പോൾ 50 ദിവസമാകും മുമ്പ് തന്നെ രാജേഷിനെ കോർണർ ചെയ്തുകൊണ്ട് സമരങ്ങൾ തുടങ്ങി. അതായത് ഞങ്ങൾ ഭരിച്ചില്ലെങ്കിൽ ആരെയും ഞങ്ങൾ ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് CPMന്റെ തന്ത്രമാണ്. ഞങ്ങൾക്ക് കട്ടുമുടിക്കണം,
ഞങ്ങളുടെ കട്ടുമുടിപ്പിന് തടസ്സം വരുന്ന ആരെയും ഞങ്ങൾ ഉപദ്രവിക്കും എന്നുള്ളതാണ്. പണ്ട് നമുക്കറിയാം, കോളേജുകളിൽ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ SFI ആണ് യൂണിയൻ ഭരിക്കുന്നതെങ്കിൽ ആ പ്രാവശ്യം ഒരു പരിപാടിയും മുടക്കമില്ലാതെ നടക്കും. എന്നാൽ ഈ SFIക്കാർ ഗുണ്ടകളെ പുറത്തിറക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയാം, മറ്റൊരാൾക്കും അവിടെ യൂണിയൻ നടത്താൻ കഴിയില്ല. ABVP ആണെങ്കിൽ നടത്താൻ കഴിയും. കാരണം ABVPക്കാരെ കുറച്ച് പേടി ഈ CPM-ന് SFIക്കുണ്ട്. അതുപോലെ തന്നെ BJPക്കാരെ കുറച്ച് പേടി ഇവിടെ CPM-നുണ്ട്. യഥാർത്ഥത്തിൽ BJPക്ക് മാത്രമേ CPM-ന്റെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുള്ളൂ. കോൺഗ്രസിന് അത്തരം കഴിവുകളൊന്നുമില്ല. CPM-നെ ഏത് വിധേയയും തടഞ്ഞു നിർത്താൻ, ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി BJP ആണ്. കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും കോൺഗ്രസ് ഒരു ബദൽ എന്ന രീതിയിൽ, അതായത് നമുക്കറിയാം CPM-ന് ഒരു ബദൽ എന്ന രീതിയിൽ കോൺഗ്രസ്സുകാരെ ഭരണത്തിലെത്തിക്കുകയാണ് പതിവ്. എന്നാൽ ഒരിക്കലും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമാവാനോ അല്ലെങ്കിൽ ഒന്നും കഴിയാതിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഭരണരംഗത്ത് വന്നാലും ഇങ്ങനെ മതേതരത്വം പറഞ്ഞും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ നമുക്കറിയാം. ഇവിടെ ആഗോള അയ്യപ്പഭക്ത സംഗമത്തിന്റെ പേരിൽ വലിയ കോലാഹലങ്ങൾ നടക്കുന്നു. വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ടെന്നും വ്യക്തമാകുന്നു. ഏതാണ്ട് 8 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിനിടെ BJP നേതാവായ യുവരാജ് ഗോകുൽ പങ്കുവച്ച ഒരു കുറിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പാണ്. അതായത് ഒരു ദിവസം പാർലമെന്റ് നടത്താൻ വേണ്ട അതിലേറെ തുക ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് ഒരു ദിവസം ചിലവാക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഒരു ദിവസം ഇന്ത്യൻ പാർലമെന്റ് നടത്താൻ ആവശ്യമായ തുകയുടെ ഇരട്ടിയാണ് ഒരു ദിവസത്തെ അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടതെന്ന് പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു യുവരാജിന്റെ പ്രതികരണം. ഇന്ത്യൻ പാർലമെന്റ് ഒരു ദിവസം നടത്താൻ വേണ്ടത് ഏതാണ്ട് 3 കോടി രൂപയാണ്. എന്നാൽ നമ്പർ 1 കേരളത്തിൽ ഒരു ദിവസം അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ അതിന്റെ ഇരട്ടി വേണം. അതും ഉച്ചവരെയാണ് ഈ സംഗമങ്ങളും സമ്മേളനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത്. ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്തിയതിനോട് അനുബന്ധിച്ച് നടന്ന ധൂർത്തും അഴിമതിയും വലിയ ചർച്ചയാകുന്ന ഈ സമയത്ത് യുവരാജിന്റെ ഈ പോസ്റ്റിന് പ്രസക്തി വളരെയാണ്. രാത്രി 3000 പേർ ഊണ് കഴിച്ചു എന്നിവരെ കള്ള ബില്ലുണ്ടാക്കി പരിപാടിയുടെ സ്റ്റേജും മറ്റുമായി ബന്ധപ്പെട്ട് ഊരാളുങ്കലിന് മാത്രം 3.3 കോടി രൂപ നൽകിയതായി ആരോപണമുണ്ട്. ഊരാളുങ്കലിന്റെ കീഴിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻസിനായിരുന്നു നടത്തിപ്പിന്റെ ചുമതല. അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ തുക സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുക്കുമെന്ന് പറഞ്ഞിരുന്നു. സർക്കാരും ദേവസ്വം ബോർഡും ഇതൊക്കെ പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഇത് സാധിക്കാതെ വന്നപ്പോൾ 3.4 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും വാങ്ങി ആകെ 6 കോടി രൂപ ചെലവ് വന്നതാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്ക് ഇപ്പോഴില്ലതാനും. എന്നാൽ ഈ വിഷയത്തിൽ കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. ആ ഇടപെട്ടപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എത്രമാത്രം വലിയ അഴിമതിയാണ് ഓരോ പ്രോജക്റ്റുകളിലൂടെ, ഓരോ പരിപാടികളിലൂടെ കേരളത്തിലെ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്, CPM അടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പണമെല്ലാം വരുന്ന ഒരു 10 വർഷം ഭരണമില്ലെങ്കിലും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ പണം കേരളത്തിലെ CPM-നുണ്ട്. പിന്നെ കേരളത്തിൽ CPM പണം ഉണ്ടാക്കണമെങ്കിലേ ദേശീയ കമ്മിറ്റിയൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുള്ളൂ. കാരണം ചൊറി കുത്തിയിരിക്കുന്ന നമ്മുടെ വൃന്ദ കാരാട്ടിനും ഒന്നും പണമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പണമില്ല. CPM-ന് വേറൊരു സ്ഥലത്തൊന്നും പണം കിട്ടാനുമില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുണ്ടാക്കുന്ന പണം ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വത്തിന് വീതം വെച്ച് കൊടുക്കുകയും വേണം. കാരണം കേന്ദ്ര നേതൃത്വത്തിന് ചെലവിന് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഇതേ വേറെ മാർഗങ്ങളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ അഴിമതി നടത്തുന്നത് എന്നാണ് തോന്നുന്നത്. ഏതായാലും അഴിമതി എന്നത് കേരളത്തിലെ ഇടത് സർക്കാരിന്റെ മുഖമുദ്രയായിരിക്കുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ തരത്തിൽ മുന്നോട്ട് വന്നാലും ഇനി ഒരു ഭരണം കൂടി CPM-ന് കിട്ടരുത്. കിട്ടിയാൽ പിച്ചപാത്രം എടുത്തുകൊണ്ട് റോഡിലിറങ്ങി തെണ്ടുന്ന അവസ്ഥ കേരളത്തിലെ ഓരോ പൗരനും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.